ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കൊരട്ട. നമ്മൾ കാസർഗോഡൊക്കെ നമ്മളിതിനെ കൊരട്ട എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, കശുവണ്ടി എന്നൊക്കെ പറയുമല്ലോ, കശുവണ്ടി. അതാണ് സംഭവം. അപ്പോൾ ഇത് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിൻ്റെ പരിപ്പെടുക്കാനായിട്ട്. സാധാരണ നമ്മളിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം വിചാരിച്ചു ഇങ്ങനെ ചട്ടിയിൽ ചൂടാക്കിയിട്ട് എടുത്ത് നോക്കാം. അതാകുമ്പം ചുട്ടെടുക്കുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചട്ടിയിൽ ചൂടാക്കുമ്പം അങ്ങനെ കരിയാതെ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇന്ന് മോനാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പം അവനും കൂടി ഒരു ആക്ടിവിറ്റി പോലെ ആവുമല്ലോ. അങ്ങനെ അവനെല്ലാം കൂടി ചട്ടിയിലോട്ട് വാരി ഇടുന്നുണ്ട്, കൊരട്ടെല്ലാം കൂടിയിട്ട്. ഒരു 3 ഇഷ്ടിക വെച്ചിട്ടൊരു ചെറിയ കുഞ്ഞ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ തീ കത്തിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ പോയി ഹെൽപ്പ് ചെയ്തു മോനെ. അപ്പോൾ നമ്മളതിന് ഓലക്കിടി എന്നാണ് പറയുന്നത്. ഈ ഓലയുടെ ഓരോ ഇതുണ്ടല്ലോ, അതിവിടെ ഓലക്കിടി എന്നാണ് പറയുന്നത് കാസർഗോഡൊക്കെ. അപ്പോൾ ഓലക്കിടി എടുത്തു. അങ്ങനെ ഒരു തീയൊക്കെ കത്തിക്കാനുള്ള ഒരു ഇതിലാണ്. എല്ലാ കൊരട്ടയൊന്നും എടുത്തിട്ടില്ല, കുറച്ചെടുത്ത് നോക്കാം, ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചട്ടിയിൽ ചെയ്യുന്നത്. സാധാരണ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ എല്ലാം കൂടി കൊരട്ടയും എല്ലാം കൂടി വിറകും ചകിരിയും മറ്റേ ചിരട്ട എല്ലാം കൂടി ഇട്ടിട്ട് ചുട്ടെടുക്കാമെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചട്ടിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ തീയൊക്കെ കത്തിച്ചു. അപ്പോൾ കൊരട്ട ഓൾറെഡി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു വെള്ളം പോലെ അതിൻ്റെ ഒരു ഓയിലാന്ന് തോന്നുന്നു, അതിങ്ങനെ വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. അപ്പോൾ ആ ചുറ്റുപാട് മൊത്തം ഇതിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പോൾ തീ നല്ലപോലെ കത്തുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ സംഭവം ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത ചട്ടിയും അടുപ്പൊക്കെ കുറച്ച് ചെറുതായിപ്പോയി. കുറച്ച് വലിയ പാത്രവും വലിയ അടുപ്പൊക്കെ ഇട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആയേനെ. അങ്ങനെ സംഭവം റെഡിയാവുന്നുണ്ട്. അപ്പോൾ മോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് നമുക്കിതൊക്കെ കിട്ടുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മോൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് കാണുമ്പോൾ അവർക്കൊരു അത്ഭുതമല്ലേ. കാരണം അവർ സാധാരണ കാഷ്യൂ ഒക്കെ കഴിക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുന്നത്, എവിടെ ഉണ്ടാവുന്നു, ഇതെങ്ങനെയാണിത് കാഷ്യൂ ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചിലതൊന്നും ആയിട്ടില്ല. ഇതെടുക്ക് അങ്ങനെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ അത് കരിഞ്ഞു വന്നു. പോരാത്തതിന് കുറേ അതിൻ്റെ ഒരു എണ്ണയാന്ന് തോന്നുന്നു, എണ്ണ നല്ലവണ്ണം ഇളകി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുന്നതൊക്കെ നിർത്തി കുറച്ച് സമയം അങ്ങനെ വെച്ചു. അപ്പം ഇത് പുറത്തേക്ക് വെക്കുന്നതോറും ഇത് കൂടുതൽ ആ കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് തോന്നി ഇത് നമ്മൾ ചെയ്തത് കൂടിപ്പോയി, നല്ലോണം കരിഞ്ഞു പോയി എന്ന് തോന്നി. എന്നാലും കുറച്ചെങ്കിലും കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് പൊട്ടിക്കാൻ വേണ്ടി നിന്നു.
കിട്ടുന്നില്ല, ബാക്കി കൈ പൊള്ളണ്ട. ബാക്കി കിട്ടുന്നില്ല. മതി പൊടിക്കല്ല പൊടിക്കല്ല മതി. ചൂടുണ്ട് കേട്ടോ. കിട്ടുന്നു. കൊരട്ട ചുട്ടെടുത്തിട്ട് നമുക്ക് ആകെ ഇത്ര പോരെ കിട്ടിയിട്ടു, എല്ലാം കരിഞ്ഞു പോയി. അപ്പം സംഭവം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, ഫ്ലോപ്പായി. അപ്പം അടുത്ത തവണ നമ്മൾ എന്തായാലും ഈ രീതിയിൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എല്ലാം കരിഞ്ഞു പോയല്ലേ. കൂടുതൽ ആകെ ഇത്ര പോരെ കിട്ടിയിട്ടുള്ളൂ, എല്ലാം കരിഞ്ഞു പോയി.